Hello, good evening. Welcome to AZB Academy. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ SSC CGL പോസ്റ്റുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് പേ ലെവൽ 7ഉം അതുപോലെ പേ ലെവൽ 6 മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പാർട്ട് 2 ആണ്. നമുക്ക് പേ ലെവൽ 5ഉം അതുപോലെ പേ ലെവൽ 4ഉം ഉണ്ട്. അങ്ങനെ നമുക്ക് ലെവൽ 4 ലെവൽ 5 വരുന്ന പോസ്റ്റുകൾ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ഈ പറയുന്ന SSC എന്ന് പറയുന്നത് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന പോലെ വീണ്ടും പറയാണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സ് മിനിസ്ട്രീസിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെയാണോ കേരള PSC അതുപോലെ തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പരീക്ഷകൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന SSC. അപ്പോ അതിലെ വേരിയസ്, അതായത് SSC കണ്ടക്ട് ചെയ്യുന്ന വേരിയസ് എക്സാംസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്, ഒന്ന് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ്, പിന്നെ GD ഉണ്ട്, ജനറൽ ഡ്യൂട്ടി ഉണ്ട്, MTS മൾട്ടി ടാസ്കിംഗ് സെലക്ഷൻ ഉണ്ട്, കൂടാതെ അതിന്റെ ഹവിൽദാർ ഉണ്ട്. അങ്ങനെ വരുന്ന ഒത്തിരി പോസ്റ്റുകളുണ്ട്. അതുപോലെ സെലക്ഷൻ പോസ്റ്റുകൾ വിളിക്കാറുണ്ട്, സ്റ്റെനോഗ്രാഫർ C&D വിളിക്കാറുണ്ട്, ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിക്കാണ്. ഓക്കെ, അതാണ് ഈ SSC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതില് നമ്മളിപ്പോ April 22 വരാൻ പോകുന്ന SSC CGL നോട്ടിഫിക്കേഷനോടനുബന്ധിച്ച് വരുന്ന ജനറിക് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിലെ SSC CGL-നകത്ത് വരുന്ന പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതില് നമുക്ക് ബാക്കിയുള്ള പോസ്റ്റ് ഡീറ്റെയിൽസ് കൂടെ നോക്കാം. അപ്പോ SSC CGL എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. അതായത് ഒരു ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളാണ് CGL നടത്തുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ വേരി ചെയ്യും. ഓരോ പോസ്റ്റുകൾ അനുസരിച്ചിട്ട് ഏജ് ലിമിറ്റ് വേരി ചെയ്യും. ചില പോസ്റ്റുകൾക്ക് 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ ആയിരിക്കും, ചില പോസ്റ്റിന് 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ ആയിരിക്കും, ചില പോസ്റ്റുകൾക്ക് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ആയിരിക്കും. അപ്പൊ നമുക്കൊരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും പറയുന്ന പോലെ 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ് ഈ പറയുന്ന CGL എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിന് വേറൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പോ ഈ ഒരു എക്സാമിന്റെ പേര് തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്നാണ്. അപ്പൊ ഒരു ഗ്രാജുവേറ്റ് ഹോൾഡർ ആയിരിക്കണം, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് വരുമ്പോൾ ഇത് 2 ടയർ എക്സാംസ് ആണ്. ഏത് ഓൺലൈൻ എക്സാം വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് DV ഉണ്ടാവും, പിന്നെ ഇന്റർവ്യൂ ഉണ്ടാവും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്കിതിൽ പിന്നീട് വരുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് CBT പരീക്ഷ, അതായത് ഓൺലൈൻ പരീക്ഷ 2 ടയർ എക്സാംസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു പോസ്റ്റുകളിലേക്ക് പോവാം. ആദ്യം ലെവൽ 5 ആണ് പറയുന്നത്, അതായത് പേ ലെവൽ 5 ആണ് പറയാൻ പോകുന്നത്. പേ ലെവൽ 5 എന്ന് പറയുമ്പോൾ ബേസിക് പേയ്മെന്റ് ആണ് പറയുന്നത് 29,202, അതായത് 29,200 തൊട്ട് 92,300 രൂപ വേരി ചെയ്യുന്ന അത്രയും തന്നെ എമൗണ്ട് വരെ നമുക്ക് എന്താണ് ഇവിടുത്തെ ആ ഒരു സാലറി കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇതിനൊപ്പം തന്നെ ബാക്കി അലവൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ ബേസിക് എന്നുള്ള രീതിക്കാണ് 29,200 രൂപ തൊട്ട് 92,300 രൂപ വരെ വരുന്ന പേ സ്കെയിൽ ഉള്ളതാണ് ലെവൽ 5 പോസ്റ്റുകൾ. അതിൽ 2 പോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും. ഒന്ന് ഓഡിറ്റും ഒന്ന് അക്കൗണ്ട്സും ആണ്. ഓഡിറ്റ് ഓഫീസർ ആയിരുന്നാലും അക്കൗണ്ട്സ് ഓഫീസർ ആയിരുന്നാലും രണ്ടും ഗ്രൂപ്പ് C ലെവൽ പോസ്റ്റുകളാണ്. ഓഡിറ്റ് ഓഫീസർ വരുമ്പോൾ, അതായത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ വരുമ്പോൾ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ആ ഒരു എന്താണ് അവരുടെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക്, അതുപോലെ നമുക്ക് CGDA-യുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, പിന്നെ വേറുള്ള മിനിസ്ട്രിയിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ആൻഡ് ഓഡിറ്റ് ഓഫീസർ പോസ്റ്റുകൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഈ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് നോക്കാം. അതായത് നീഡ്സ് ടു അസിസ്റ്റ് ഓഡിറ്റ്സ് ഇൻ ഗവൺമെന്റ് ഓർ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ്. അതായത് ഗവൺമെന്റ് അഥവാ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിലൊക്കെ എന്ത് ചെയ്യുക, ഓഡിറ്റ് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി. അത് മാത്രമല്ല, ഇൻസ്പെക്ഷൻ സമയത്ത് ഇവർക്ക് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ ഇൻസ്പെക്ഷനും കാര്യങ്ങളും, അതായത് ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ഷന് പോകുന്നതല്ല. അപ്പൊ ഇൻസ്പെക്ഷൻ പോകുന്ന സമയത്ത് അവർക്ക് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു ഡ്യൂട്ടിയും കൂടിയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. ഇനി അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ വരുമ്പോൾ CAG-യുടെ അണ്ടറിൽ
അതുപോലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിൽ വേറുള്ള മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെന്റ്സ് ഓർഗനൈസേഷനിലൊക്കെയാണ് ഈ ഒരു അക്കൗണ്ട്സ് ഓഫീസറായിട്ട് നിയമിക്കപ്പെടുന്നത്. ഇതൊരു ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞു. എന്താണ് ഇവരുടെ ജോബ് പ്രൊഫൈല്? ഡേറ്റ എൻട്രി വരും, അതിന്റെ പ്രോസസ്സിങ്, റെക്കോർഡിങ്, ട്രാൻസാക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ അതായത് ഇത്രയും വരുന്ന കാര്യങ്ങൾ ഇവരുടെ വർക്കായിട്ട് വരുന്നത്, അതായത് ഇവരുടെ ജോബ് പ്രൊഫൈലിൽ വരുന്ന കാര്യങ്ങളാണ് ഡേറ്റ എൻട്രി, പ്രോസസ്സിംഗ്, റെക്കോർഡിംഗ്, ട്രാൻസാക്ഷൻസ്. അത് മാത്രമല്ല ഓഡിറ്റ് നടത്തുന്ന സമയത്ത്, അതുപോലെ ഫാക്ട് ചെക്കിംഗ് നടത്തുന്ന സമയത്തൊക്കെ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേ ലെവൽ 4 ആണ്. അപ്പൊ പേ ലെവൽ 5 നമുക്ക് ആകെ 2 പോസ്റ്റുകളെ വരുന്നുള്ളൂ, ഓഡിറ്റ് ഓഫീസറും അക്കൗണ്ട്സ് ഓഫീസറും. ഇനി പേ ലെവൽ 4 പോവാം. അതിൽ ആദ്യം പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഇത് പണ്ട് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിനെ ഒരു 2 years ബാക്ക് ഇതിനെ നമ്മൾ നേരെ എടുത്ത് CGL-ലോട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അതിന് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയും. ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു ജോബ് കിട്ടുന്നത്. അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിലും ഈ പറയുന്ന ജോബ്, അതായത് പോസ്റ്റിംഗ് വരുന്നുണ്ട്. ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റ് ആണ് പോസ്റ്റൽ അസിസ്റ്റന്റ് അഥവാ സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് മെയിൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ, കത്തയക്കുന്നത്. കത്തെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പൊ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഹാൻഡിൽ ചെയ്യാം, ഡേറ്റ മാനേജ് ചെയ്യുക, കസ്റ്റമർ സർവീസ് പക്കയായിട്ട് നടത്തുക, അഡ്രസ്സിംഗ് ഇൻക്വയറീസ് നടത്തുക, ഓഫൺ വർക്കിംഗ് ഇൻ പോസ്റ്റ് ഓഫീസസിൽ വരെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ RMS ഓഫീസിൽ വരെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് പോസ്റ്റൽ അസിസ്റ്റന്റ് അഥവാ സോർട്ടിംഗ് അസിസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അഥവാ UDC. UDC എന്ന് പറയുമ്പോൾ അപ്പർ ഡിവിഷൻ ക്ലർക്ക്. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നും പറയാം, അതിന് UDC എന്നും പറയപ്പെടാറുണ്ട്. ഏതൊരു ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സിലും അതുപോലെ CSCS കാഡറേസിന്റെ മിനിസ്ട്രീസ്, അതായത് CSCS കാഡറേസിന് പുറമെ വരുന്ന ബാക്കിയുള്ള മിനിസ്ട്രീസിന്റെ അണ്ടറിലൊക്കെ ഈ പറയുന്ന പോസ്റ്റിലേക്കുള്ള പോസ്റ്റിംഗ് നടത്തപ്പെടാറുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ജോബ് പ്രൊഫൈല്? ഇതൊരു ക്ലറിക്കൽ ലെവൽ പോസ്റ്റ് ആണ്. ഇത് എന്താണ്? റിക്വയർസ് എംപ്ലോയി ടു മെയിൻറ്റെയിൻ ഫയൽസ്, ഡേറ്റ എൻട്രി, ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഡേറ്റ എൻട്രി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ആ എംപ്ലോയിയുടെ ഡ്യൂട്ടി. ഓക്കെ, ഈ ഒരു പേ ലെവൽ 4ന്റെ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത് 25,500 രൂപ തൊട്ട് 81,100 രൂപ വരെയാണ് അവരുടെ പേ സ്കെയിൽ ഉള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള ജോബ് തന്നെയാണ് പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, അതുപോലെ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് അഥവാ UDC എന്നൊക്കെ പറയുന്നത്. ഇനിയും ഉണ്ട് അവരുടെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ, അതായത് ഈ പേ ലെവൽ 4 വരുന്ന പോസ്റ്റുകൾ എന്ന് പറയാം. ഒന്ന് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റ് തന്നെയാണ്. അവിടെ എങ്ങനെയാണ്? മിനിസ്ട്രി ഓഫ് അതായത് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസിലും അതുപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും ഒക്കെ ആണ് ഈ ഒരു പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരിക. ഇവിടെ നമുക്ക് ഹൈ ലെവൽ, അതായത് ഒരു ഹൈ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. മാനേജിങ് കോംപ്ലക്സ് ടാസ്ക് വരുമ്പോഴത്തേക്ക് അത് മാനേജ് ചെയ്യുക, പിന്നെ മീറ്റിംഗ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക, കറസ്പോണ്ടൻസിനെ ഹാൻഡിൽ ചെയ്യുക, പിന്നെ ഓഫീസിന്റെ ആ ഒരു സ്മൂത്ത് ഓപ്പറേഷൻസിനൊക്കെ എൻഷുർ ചെയ്യുക, പിന്നെ എന്താണ് സീനിയർ മാനേജേഴ്സിനെയും എക്സിക്യൂട്ടീവ്സിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി. നെക്സ്റ്റ് വരുന്ന ടാക്സ് അസിസ്റ്റന്റ് ആണ്. ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടാക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് CBDT അഥവാ CBIC-യിലേക്ക്, അതായത് ഡയറക്ട് ടാക്സസിലേക്ക് അല്ലെങ്കിൽ CBIC-യിലേക്കാണ് ഈ പറയുന്ന ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റ് വരിക. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റ് ആണ്. എന്തൊക്കെയാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ടാക്സ് ആക്സസ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതായത് ഇൻഡിവിജ്വൽസിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരെ, ബിസിനസ് എന്താണ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊക്കെയുള്ള ടാക്സ് ആക്സസ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും വെരിഫൈ ചെയ്യുകയാണ് ഈ പറയുന്ന ടാക്സ് അസിസ്റ്റന്റ് ഡ്യൂട്ടി. ടാക്സ് അസിസ്റ്റന്റ് ഒക്കെ അതായത് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫീൽഡ് ജോബ് പോലെ തന്നെയാണ് ടാക്സ് അസിസ്റ്റന്റ് ഒക്കെ വരിക. നല്ല ജോബ് തന്നെയാണ്. നമുക്ക് നല്ലൊരു പേ സ്കെയിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ പറയുന്ന പോസ്റ്റിനൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ലാസ്റ്റ് പേ ലെവൽ 4 ലാസ്റ്റ് ജോബാണ് സബ് ഇൻസ്പെക്ടർ. എവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ വരും. അതുപോലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലൊക്കെയാണ് ഈ SI പോസ്റ്റ് വരുന്നത്. ഇത് ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റ് ആണ്.
എന്തൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഡ്യൂട്ടി എന്ന് പറയുന്നത് OPM കൺസൈൻമെന്റ്, അതായത് OPM ഡിസ്പാച്ച് ചെയ്യുന്നതിന് ആ ഒരു കൺസൈൻമെന്റ് കാര്യങ്ങളും, അതുപോലെ ഇല്ലീഗൽ OPM കൾട്ടിവേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ എന്താണ് സിന്തറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ഒക്കെ അതിന്റെ പ്രൊഡക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയാസ് ഒക്കെ സ്കാൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊരു 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന പോസ്റ്റാണ്. ഈ പറഞ്ഞതെല്ലാം 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ്. പേ ലെവൽ 5 ആയിരുന്നാലും പേ ലെവൽ 4 ആയിരുന്നാലും നമുക്ക് ആ ഒരു എന്താണ് പോസ്റ്റിന്റെ ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പം SSCGL എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പോസ്റ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു എന്താണ് ഒരു എക്സാം ആണ്. അപ്പോൾ April 22 ആണ് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ്, അതായത് ലെവൽ ഓഫ് എക്സാം ആണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒക്കെ ഈ ഒരു CGL-നെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് പ്രകാരം വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.